സമ്പാദ്യം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെയില്ല. സമ്പാദിക്കുക എന്നത് നമുക്കൊക്കെ വലിയ താല്പര്യമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില രോഗങ്ങളുണ്ട്. ആ രോഗം വരുന്നത് നാം ഭയപ്പെടുന്നു. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾക്കും പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റകഅത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബ്ഹിക്ക് മുമ്പ് നാം നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ദുനിയാവും അതിലുള്ളതാസകലവും നേടുന്നതിനേക്കാൾ ഉത്തമമാണെന്ന്. ഈ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ കാഫിറൂന സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഇഖ്ലാസ് സൂറത്തുമാണ് ഓതേണ്ടത്. അതുപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്, ഈ 2 സൂറത്തുകളോടൊപ്പം ആദ്യത്തെ റക്അത്തിൽ കാഫിറൂന സൂറത്തോടൊപ്പം അലം നശ്റഹും, അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഇഖ്ലാസ് സൂറത്തോടൊപ്പം അലം തറ കൈഫയും പതിവാക്കൽ സുന്നത്താണ്. ഈ 2 സൂറത്തുകളും പതിവാക്കുന്നവർക്ക് മൂലക്കുരുവിന്റെ അർശസിന്റെ അസുഖം പിടിപെടുകയില്ല. അന്നമൻ ദാവമ അലാ ഖിറാഅതിഹിമാ ഫീഹിമാ സാലത്ത് അൻഹു ഇല്ലത്തുൽ ബവാസിരി എന്നുണ്ട്. ഈ 2 സൂറത്തും സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ ഒരാൾ പതിവാക്കിയാൽ സാലത്ത് അൻഹു ഇല്ലത്തുൽ ബവാസിരി, ബാസൂറി രോഗം, അർശസ് മൂലക്കുരു രോഗം അവന് പിടിപെടുകയില്ല. ഇങ്ങനെയുള്ള ചില ലളിതമായ പല വിഷയങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അതൊക്കെ നിസ്സാരമായി നാം അവഗണിക്കുകയാണ്. എന്നാൽ അതുകൊണ്ടുള്ള നേട്ടവും പ്രതിഫലവുമാവട്ടെ എത്രയോ വലുതാണ്. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് കൃത്യമായും നാം പതിവാക്കാൻ ശ്രദ്ധിക്കണം. സുബ്ഹിക്ക് മുമ്പ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷവും ആ 2 റക്അത്ത് സുന്നത്ത് നമുക്ക് നിസ്കരിക്കാവുന്നതാണ്.